ഇന്നത്തെ വീഡിയോ ഒരു ട്യൂട്ടോറിയലാണ്. ലാസ്റ്റ് ഡേ ഉണ്ടാക്കിയ സ്കേർട്ട് ആൻഡ് ടോപ്പ് കോട്ട് സെറ്റിന് കുറച്ച് പേര് എൻ്റെ അടുത്ത് എൻ്റെ ട്യൂട്ടോറിയൽ ചോദിച്ചിരുന്നു. സോ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നി സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഈ കോട്ട് സെറ്റിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഫുൾ സ്ലീവ് ആണ്, അതിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ആണുള്ളത്, ബാക്കിൽ സിബാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ഓപ്പണിംഗ് തുടങ്ങുന്നത്. സോ ഇങ്ങനെ തുറക്കാം, അടയ്ക്കാം. ഇതിന്റെ പ്രോപ്പർ ഫിറ്റിനുള്ള ഒരു റീസൺ ഇതിൽ പ്രിൻസസ് കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രോപ്പ് ടോപ്പ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്കേർട്ട് ഇസ് എ വെരി പ്ലെയിൻ അംബ്രല കട്ട് സ്കേർട്ട്. മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ മെഷർമെന്റ്സ് ആണ് അതെങ്ങനെ എടുക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്യാം. ഇഞ്ചിലാണ് ഞാൻ മെഷർമെന്റ് എടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ നെക്ക് ഞാനൊരു കർവ്ഡ് വി നെക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇറക്കം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എപ്പോഴും വി നെക്ക് എടുക്കുന്ന സമയത്ത് മെഷർമെൻ്റ് ചെരിച്ചെടുക്കരുത്. ഇൻസ്റ്റഡ് സ്ട്രെയിറ്റ് പോകും. എത്രയാണോ നമുക്ക് ഉദ്ദേശിക്കുന്ന ഇറക്കം അതിനൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇറക്കം എത്രയാണെന്ന് നോക്കുക. അപ്പം ഇങ്ങനെ ഇപ്പം കൺഫ്യൂഷൻ ഉള്ളവർക്കൊരു സ്കെയിൽ യൂസ് ചെയ്ത് അത് കറക്റ്റ് മെഷർ ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെഷർമെൻറ്റ് 7 ആണ്. സോ ഇറ്റ്സ് നോട്ട് വെരി ഡീപ്പ്. അറ്റ് ദ സെയിം ടൈം ഒത്തിരി കയറിയില്ല. ഒത്തിരി കയറി കഴിഞ്ഞാൽ വി നെക്കിൻ്റെ ആ ഭംഗിയും കിട്ടത്തില്ല. നെക്സ്റ്റ് ഫുൾ ലെങ്ത് എത്രയാണ് നോക്കാം. നിങ്ങളുടെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ഞാനൊരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഇറക്കം 15.5 ആണ് ഇറക്കായിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബസ്റ്റ് പോയിന്റ് എവിടെയാണ് നോക്കാം. ബസ്റ്റ് മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം. ടോപ്പിൻ്റെ ലെങ്ത് എന്താണോ ആ ഭാഗത്തെ വേസ്റ്റ് മെഷർമെൻറ്റും കൂടി എടുക്കാം. നെക്സ്റ്റ് ആം ഹോളാണ്. സോ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഓക്കെ, ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ഫ്രണ്ടിൽ ഇറങ്ങിയതും ബാക്കിൽ കയറിയ നെക്കുമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ഇഞ്ചസ് എന്നാണ് എടുക്കാൻ പോകുന്നത്. ഇനി അടുത്തത് കൈയിൻ്റെ നീളം എത്രയാണോ, ഫുൾ സ്ലീവ് ആണല്ലോ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ കൈയിന് ഇറക്കാൻ വേണ്ടി അത് നോക്കാം. ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അറ്റത്തേക്കുള്ള ഇതെടുത്താൽ മതി. കൈൻ്റെ മേലെ കൂടി എടുത്താൽ മതി. അത് നിങ്ങളുടെ ഫുൾ സ്ലീവിനുള്ള ലെങ്ത് എടുക്കാം. സ്കേർട്ടിന് ആകെപ്പാടെ 2 മെഷർമെന്റ് ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ വേസ്റ്റ് സൈസും അതേപോലെ എത്രയാണ് ഇറക്കം അതും. ഞാനിവിടെ മുട്ടിന് താഴെയുള്ള ഒരു ലെങ്ത് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ടോപ്പിന്റെ മാത്രമാണ് കാണിക്കുന്നത്. ഇതിൽ ടോപ്പ് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് ആ സെയിം യൂസ് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം. വി സ്റ്റാർട്ട് വിത്ത് ലൈനിങ്. മെഷർമെന്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു പ്ലെയിൻ വൈറ്റ് ഫാബ്രിക്കിലാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ആവശ്യം വേണ്ട പീസ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എത്ര കട്ട് ചെയ്തതെന്ന്. സോ ഇതാണ് ഫ്രണ്ട് പീസിന് വേണ്ടി ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് പറയാം. എത്രയാണോ ടോപ്പിന് വേണ്ട ഇറക്കം അതിനോട് ഒരു 2 ഇഞ്ച് കൂട്ടുന്നതാണ് ഇത് വരുന്നത്. നിങ്ങളുടെ ലെങ്ത് എത്രയാണോ പ്ലസ് 2 ഇഞ്ചസ്. പാർട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് ബസ്റ്റ് സൈസിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ചസ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇത് മടക്കാം. നടുവേ മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് കഴുത്ത് വരാൻ പോകുന്നത്. അതേപോലെ ഈ ഓപ്പൺ സൈഡിൻ്റെ ഇവിടെയാണ് ആം ഹോൾ വരാം. ഇതിൻ്റെ ഈ ടോപ്പ് കോർണർ ഇവിടെയാണ് ഞാൻ കഴുത്ത് വെട്ടാൻ പോകുന്നത്. സോ അവിടുന്ന് തുടങ്ങാം. ഷോൾഡർ വിഡ്ത്ത് മൊത്തമായിട്ട് മെഷർ ചെയ്തപ്പം എനിക്ക് എൻ്റെ ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റ് എനിക്ക് 14 ആയിരുന്നു കിട്ടിയിരുന്നത്. സോ അതിൻ്റെ പകുതി 7. സോ 7ൽ ഞാനൊരു മാർക്ക് ചെയ്തു. ഇവിടെയാണ് ഞാൻ ആം ഹോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം. വിരിഞ്ഞ കഴുത്തല്ല, സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഷോൾഡറിന് കുറച്ച് വലിപ്പം വേണം. അത് ഞാൻ എടുക്കാൻ പോകുന്നത് 4 ആണ്. സോ ഷോൾഡറിന് ഞാൻ എടുക്കാൻ പോകുന്ന വീതി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇത് 4, ഇത് 3. സോ ഇവിടുന്ന് തുടങ്ങിയ ടോട്ടൽ 7. അതിൻ്റെ ഉള്ളിൽ തന്നെ 3ഉം 4ഉം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വട്ടക്കഴുത്തൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് വി കഴുത്തിന് എടുക്കേണ്ട ഇറക്കം. എന്നാലാണ് ആ വി നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ 7 ആണ് മെഷർ ചെയ്യുന്നത്. കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് പ്രോപ്പർ വി കിട്ടാൻ വേണ്ടിയിട്ട് റഫായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നേരെ വി കൊടുക്കാം. എനിക്ക് ഇച്ചിരി കൂടി കർവ്ഡ് ആയിട്ടായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് ഇച്ചിരി കർവ് ചെയ്ത് ഞാൻ കൊടുക്കുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്യാണ്ട് ഞാൻ 7 ആണ് ഇറക്കം എടുക്കാറ്. സോ ഇറക്കം 7 മാർക്ക് ചെയ്തു. ഇനി അതേപോലെ ബാക്കി എത്രയാണോ ഉള്ളത് അതങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സും രണ്ടിലും ഡിഫറെൻ്റ് ആണ്.
നോർമലി നമ്മളൊരു 1.5 ആം ഹോളിന് എടുക്കുമ്പം ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യാണ്. എനിക്ക് കംഫർട്ടബിളായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് വെട്ടാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആം ഹോളിൻ്റെ ലെങ്ത് എടുത്തല്ലോ, ഞാനിവിടെ 7 ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി 3.5 അവിടെ ഞാനൊരു മാർക്ക് ഇടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഇനി ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഈ പകുതി വരെയുള്ള ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ആൻഡ് അതിൻ്റെ ബാക്കിയാണ് കേർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഹാഫ് വരുന്ന ആ പോയിന്റും ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റും, ഈ 2 പോയിന്റ്സ് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് ഞാൻ ആം ഹോളിൻ്റെ കേർവ് വരച്ചെടുക്കുന്നത്. നെക്കിൻ്റെയും ആം ഹോളിൻ്റെയും മെഷർമെൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ചതാണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ടോപ്പിൽ ഞാൻ പ്രിൻസസ് കട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ അതിൻ്റെ മാർക്കിംഗ് ഇനി കാണാം. സ്ലീവിന് വരച്ച ഈ ലൈൻ ഫോളോ ചെയ്യുക. അതിൽ 5 ഇഞ്ചസിൽ ഒരു മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ബസ്റ്റ് പോയിന്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തിരുന്നല്ലോ, ആ മെഷർമെൻറ്റും ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡറിന് താഴേക്ക് നമ്മൾ ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തതുപോലെ എക്സാക്ട് പൊസിഷൻ കിട്ടാൻ വേണ്ടി ഫോൾഡഡ് പാർട്ടിൽ നിന്ന് ഞാൻ ഒരു 3 ഇഞ്ചസ് മാറ്റിയിടുവാണ്. ഈ 2 മെഷർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ബസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഏകദേശം ഒരു സ്മോൾ ടു മീഡിയം സൈസ് ഉള്ളവർക്കെല്ലാം 3 ഇഞ്ചസ് തന്നെ മതിയാവും. ഇനി ഈ ലൈനിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് ഒരു മാർക്കും വീണ്ടും 1/2 ഇഞ്ച് വിട്ട് മറ്റൊരു മാർക്കും. സോ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ട് 2 പോയിന്റ് മാർക്ക് ചെയ്യാണ്. ആൻഡ് ഇനിയിപ്പം ബസ്റ്റ് പോയിന്റിൽ നിന്ന് ഇതിലേക്കെല്ലാം ഓരോ കണക്ഷൻ കൊടുക്കുക. സ്ലീവിൽ 5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ബസ്റ്റ് പോയിന്റിലേക്ക് ഒരു കേർവ് വരച്ചു കൊടുക്കുക. ഇതാണ് പ്രിൻസസ് കട്ടിന്റെ പാത്ത്. ഈ 5 ഇഞ്ചസിന്റെ 2 സൈഡിലായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ അവിടെ ചുളിവ് അധികം വരാണ്ടിരിക്കാൻ ഈ ഒരു ടക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടുന്ന് നേരത്തെ വരച്ച കേർവിലേക്ക് ഞാൻ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതേപോലെ ബസ് പോയിന്റിൻ്റെ അവിടുന്ന് താഴേക്കുള്ള ടക്കുകളും നന്നായിട്ട് മാർക്ക് ചെയ്യാണ്. ഷോൾഡറിൻ്റെ ഇവിടെ ഞാൻ ഒരു 1/4 ഇഞ്ച് ചെരിച്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വെച്ച് കണക്ട് ചെയ്യാണ്. അത് നമ്മുടെ ഷോൾഡറിന് ചെറിയൊരു ചെരിവുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് മേലെ ഭാഗത്ത് ചെരിഞ്ഞ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രിൻസസ് കട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണെന്ന് പറയാം. ഇതിൻ്റെ ഇറക്കം നേരത്തെ പോലെ സെയിം ആണ്. വീതി എന്ന് പറഞ്ഞാൽ നേരത്തേക്കാളും ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ബാക്കിൽ സിബ് ആഡ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാണ് ഈ 1/2 ഇഞ്ച്, വിച്ച് മീൻസ് നേരത്തെ എടുത്തതിനേക്കാളും ഇൻ ടോട്ടൽ 1 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. Now I am going to start my measurements from here. 3 inches ആണ് നമ്മൾ നെക്കിനെ എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം 3 മാർക്ക് ചെയ്യുക. ഷോൾഡർ നമ്മൾ 4 ആണല്ലോ നേരത്തെ എടുത്തത്, ആ സെയിം 4 മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ ഇറക്കം നമ്മൾ 7 ആയിരുന്നു നേരത്തെ മെഷർ ചെയ്ത്, ഈ പ്രാവശ്യം സെയിം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റഫായിട്ട് ചെയ്യുന്ന മാർക്കിങ്സ് ആണ്. ഇത് ഞാൻ മുറിച്ച സമയത്ത് സിബിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് വിടാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ആം ഹോളിൻ്റെ അവിടെ നേരത്തേക്കാളും കുറവായിട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഞാൻ ഈ തന്ന മെഷർമെൻറ്റ് വെച്ചിട്ട് അത് തന്നെ ചെയ്താൽ മതി. ബാക്കിൽ 1.5 എടുക്കണം. സോ 1.5 എടുക്കുവാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ സെയിം സാധനം, ടോട്ടൽ ഇറക്കം വരുന്നത് 7 ആണ്, അതിൻ്റെ പകുതി 3.5. സോ 3.5 വരെ ഇത് വരാൻ പോകുന്ന സ്ട്രെയിറ്റ് ആയിട്ടാണ്. അത് കഴിയുമ്പോഴാണ് ഈ ചെറിയ കേർവ് വരേണ്ടത്. ബാക്കിലെ കഴുത്ത് എനിക്ക് തീരെ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ഇഞ്ചസ് ഇറക്കമേ ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കിൽ. സോ വീണ്ടും ഇവിടെ നമുക്ക് ആ റെക്റ്റാങ്കിൾ പോലെ ക്രിയേറ്റ് ചെയ്യാം. കേർവ്ഡ് ആയിട്ടുള്ളൊരു വര കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ ഒരു 1/4 ഇഞ്ച് ചെരിച്ച് വരച്ചതുപോലെ ഇതിലും വരയ്ക്കാം. മോളും നെക്കും ഇത്രയും മാത്രമേ ബാക്കിൽ ഇപ്പോൾ വരുന്നുള്ളൂ.
ഇനി ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സ്ലീവിൻ്റെ കട്ടിങ്. സോ സ്ലീവിന് ഇതിൽ ഈ ലെങ്ത്ത് എന്ന് പറയാണോ കൈയിന് നേരത്തെ മെഷർ ചെയ്ത ഫുൾ സ്ലീവിൻ്റെ ലെങ്ത്ത് പ്ലസ് ഒരു 3 ഇഞ്ചസ്. ഇതിപ്പോൾ ഞാൻ നടുവേ ഇങ്ങനെ മടക്കിയിട്ടേക്കുവാണ്. ആൻഡ് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ആം ഹോളിൻ്റെ പകുതി, ബിക്കോസ് നമ്മൾ നടുവേ മടക്കിയതുകൊണ്ട് ആം ഹോളിൻ്റെ പകുതി, അതിൻ്റെ കൂടുതൽ ഞാൻ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. സോ ആം ഹോൾ എത്രയാണോ നിങ്ങളുടെ അതിൻ്റെ പകുതി പ്ലസ് ഒരു 2 ഇഞ്ചസ് ആണ് ഈ ലെങ്ത് ലൈൻ എന്ന് പറഞ്ഞാൽ. പോസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ക്ലോസ്ഡ് സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെയാണ് ഓപ്പൺ സൈഡ് വരുന്നത്, ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുന്ന പോലെ കർവ് ചെയ്ത് വരയ്ക്കാം. സോ ഇവിടെ നിന്നിട്ട് ഈ 2 ഇഞ്ചസ് കഴിഞ്ഞിട്ട് വേണം ആ കർവ് വരാൻ. ഇത് ഓരോരുത്തർക്കും ഓരോ ടെക്നിക്ക് ഉണ്ടാവും. ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ ഇവിടെ തൊട്ടൊന്ന് വളച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വി നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആം ഹോള്. ഈ പ്രിൻസസ് കട്ട് ചെയ്യാൻ എനിക്കറിയാവുന്നത് 2 രീതികളാണ്. ഒന്ന്, നമ്മൾ ഈ മാർക്കിങ്സ് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെയും, അതേപോലെ തന്നെ ഈ മാർക്കിങ്സ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ കട്ട് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നോർമലി കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നത്. അമ്മേൻ്റെ അടുത്താണ് ഞാൻ കട്ട് ചെയ്യാണ്ട് പ്രിൻസസ് കട്ട് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചത്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വെരി യൂസ്ഫുൾ. ഈസിയാണ് കട്ട് ചെയ്ത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് കട്ട് ചെയ്യാണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഓപ്റ്റ് ചെയ്താണ് ഈ കട്ട് ചെയ്യാണ്ട് ചെയ്യുന്ന പ്രിൻസസ് കട്ട് മെത്തേഡ്. അപ്പം ഞാൻ ഇതിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് വേറെ കട്ടിങ് ഒന്നും വരാത്തത്. സോ ജസ്റ്റ് കഴുത്തും ആം ഹോളും വെട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് ആൻഡ് കട്ടിങ് ഇസ് ഡൺ. ഇനി ബാക്ക് പാർട്ടിൻ്റെ കട്ടിംഗ് ആണ്. ഇതിലും നേരത്തെ ചെയ്തതുപോലെ തന്നെ കഴുത്തും കൈയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ബാക്കിൽ നടുക്ക് സിബ് വയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിന് 2 പാർട്സ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത്. എൻ്റെ കട്ടിങ്ങിൽ ഇനി ആം ഹോൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നല്ല ബൾക്കി സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. ഇൻസ്റ്റഡ് നമുക്കിതിങ്ങനെ തന്നെ തയ്ച്ചു പോകാം. അപ്പോഴാണ് കൈ മാക്സിമം തടിയോടെ തന്നെ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഒരു ലെയർ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തു. സോ കൈയിൻ്റെ കട്ടിങ്ങും ഡൺ. ഇത്രയാണ് മാർക്കിംഗ് ആൻഡ് കട്ടിങ്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. സ്റ്റിച്ചിങ്ങിലാണ് ആ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇൻ കേസ് ആർക്കെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ട്യൂട്ടോറിയൽ ചെയ്യാവുന്ന ഫുള്ളി എക്സ്പ്ലെയിൻ ട്യൂട്ടോറിയൽസ് നോർമലി ചെയ്തിട്ടില്ല. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു ഡു ഇറ്റ്. പ്ലീസ് ഡു ലെറ്റ് മീ നോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.